ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു ടോപ്പിക്കാണ് പഠിക്കുന്നത്. ഫോർജിങ് ഡിഫെക്ട്സ്, അതായത് ഫോർജിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്ട്സിന് എന്തൊക്കെ ഡിഫെക്ട്സ് ഉണ്ടാവാം. ഇത് 10 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യത കുറവാണ്. മേ ബി 3 or 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യനായിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 ഫോർജിങ് ഡിഫെക്ട്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോന്നിനെ പറ്റി 2-3 സെൻറ്റൻസ് എഴുതേണ്ടതായിട്ടേ ഉള്ളൂ. ഫിഗറൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതിൽ കൂടുതൽ ഡിഫെക്ട്സ് ഉണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ ഡിഫെക്ട്സ് കാണാനൊക്കെ പഠിക്കാൻ പറ്റുന്നത് പഠിക്കുക. സിമ്പിളായിട്ടുള്ള ഒരു 5-6 ഞാനിവിടെ ഈ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് ലാപ്സ് അല്ലെങ്കിൽ കോൾഡ് ഷട്ട് എന്ന് പറയുന്ന ഡിഫെക്റ്റ്. ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഡൈ ഉപയോഗിച്ച് ഫോർജിങ് ചെയ്യുക. അപ്പോൾ അതായത് ക്ലോസ്ഡ് ഡൈ ഫോർജിങ് അല്ലെങ്കിൽ ഇംപ്രഷൻ ഡൈ ഫോർജിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഡൈക്കകത്ത് ആ ഡൈ ക്യാവിറ്റി നിറയാനുള്ള അത്രമാത്രം വർക്ക് പീസ് പ്രോസസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലിൽ വെച്ചിട്ടാണ് നമ്മൾ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ വച്ചു കൊടുക്കുന്ന വർക്ക് പീസിൻ്റെ സൈസ് കുറവാണ് എങ്കിൽ അത് ഉപയോഗിച്ച് ആ വർക്ക് പീസ് ഉപയോഗിച്ച് ഫോർജിങ് പ്രോസസ്സ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ അകത്തുള്ള ഡൈയുടെ ക്യാവിറ്റി ഫില്ലായില്ല എന്ന് വരും. അതായത് ഫില്ലാവാനുള്ള മാത്രമുള്ള മെറ്റീരിയൽ ആ വർക്ക് പീസിൽ ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ വർക്ക് പീസിൽ എടുക്കുന്ന ആ ക്വാണ്ടിറ്റി, മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി കുറവാണ് എങ്കിൽ ആ ഡൈ ക്യാവിറ്റി ഫില്ലാവാതെ കുറച്ച് ഭാഗം വേക്കൻ്റ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഡിഫക്റ്റാണ് കോൾഡ് ഷട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ക്വാണ്ടിറ്റി എമൗണ്ടിലുള്ള മെറ്റീരിയൽ വർക്ക് പീസ് അല്ല എടുത്ത് പ്ലാസ്റ്റിക്കിലോട്ട് ചൂടാക്കി ഡൈ ക്യാവിറ്റിയിലകത്ത് വെച്ചിട്ട് നമ്മൾ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഫോർജിങ് ചെയ്യുന്നതെങ്കിൽ അത് നിറഞ്ഞു വരത്തില്ല. ഡൈ ക്യാവിറ്റി നിറഞ്ഞ് ഫില്ല് ചെയ്ത് വരത്തില്ല. അപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്യാതെ വരുന്നതുകൊണ്ടുണ്ടാകുന്ന ഡിഫക്റ്റിനെയാണ് ഈ കോൾഡ് ഷട്ട് അല്ലെങ്കിൽ ലാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ കറക്റ്റ് ക്വാണ്ടിറ്റിയുള്ള മെറ്റൽ എടുത്തിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിലോട്ട് ചൂടാക്കിയിട്ട് ഫോർജിങ് പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡിഫക്റ്റ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പം എടുക്കുന്ന മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു പോകുന്നതെങ്കിലാണ് ഈ ഒരു ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. അടുത്ത രണ്ടെണ്ണം ക്രാക്സ് ആണ്. സർഫസിൽ വരുന്ന ക്രാക്കും ഇൻറ്റേർണലായിട്ടുള്ള ക്രാക്കും. സർഫസിൽ വരുന്ന ക്രാക്ക് നമുക്ക് ഫോർജിങ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ നമുക്ക് മിക്കവാറും കാണാനൊക്കും. സർഫസ് ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേക്കഡ് ആയതുകൊണ്ട് തന്നെ കാണാനൊക്കും. അങ്ങനെ സർഫസിൽ ക്രാക്ക് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഫോർജിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ക്രാക്ക് ഉണ്ടാകുന്നതെങ്കിൽ നമുക്കത് അപ്പം തന്നെ അതിനെ റെക്ടിഫൈ ചെയ്യാൻ നോക്കും. കാരണം വർക്ക് പീസിലെ ക്രാക്ക് നമുക്ക് കാണാൻ സാധിച്ചാലും ആ പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ തന്നെ ചൂടായിരിക്കുന്ന കമ്പോണൻ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ക്രാക്കിനെ ഫില്ല് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വീണ്ടും ഫോഴ്സ് അപ്ലൈ ചെയ്ത് ആ ക്രാക്കിനെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് സർഫസ് ക്രാക്കിനുണ്ട്. അതായത് ക്രാക്ക് വന്നാലും നമുക്കത് റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ചില കേസിൽ ഈ ഫോർജിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അതായത് ആ മെറ്റൽ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് തണുത്ത് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ സർഫസിൽ ക്രാക്ക് വരുന്നത്. അങ്ങനെ ക്രാക്ക് വരികയാണെങ്കിൽ നമുക്ക് അതിനെ റെക്ടിഫൈ ചെയ്യാനായിട്ട് ഒക്കത്തില്ല. ആ പ്രോഡക്റ്റിനെ നമുക്ക് സ്ക്രാപ്പായിട്ട് കളയേണ്ടി വരും. അപ്പോൾ അങ്ങനെ സർഫസിൽ ക്രാക്ക് ഉണ്ടാകുന്നതാണ് സർഫസ് ക്രാക്ക് എന്ന് പറയുന്നത്. ഇതുണ്ടാകുന്ന റീസൺ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കറക്റ്റ് ടെമ്പറേച്ചറിലല്ല, കറക്റ്റ് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലുള്ള ടെമ്പറേച്ചറിലല്ല നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് കംപ്രസീവ് ഫോഴ്സ് അല്ല, കറക്റ്റ് എമൗണ്ട് ഫോഴ്സ് ആയിരിക്കത്തില്ല ചിലപ്പം കൊടുക്കുന്നത്, അല്ലെങ്കിൽ കൊടുക്കുന്ന ഫോഴ്സിന് എന്തെങ്കിലും ഇഷ്യൂ കാണും. അതായത് എന്താ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള കംപ്രസീവ് ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിലൊക്കെയാണ് ഈ സർഫസ് ക്രാക്ക് ഉണ്ടാകുന്നത്. അതേസമയം ഇൻറ്റേർണൽ ക്രാക്ക് എന്ന് പറഞ്ഞാൽ ഉള്ളിലായിരിക്കും, വർക്ക് പീസിൻ്റെ ഉള്ളിലായിരിക്കും ക്രാക്ക് ഫോം ചെയ്യുന്നത്. ഇത് നമുക്ക് നേക്കഡ് ആയതുകൊണ്ട് കാണാൻ ഒക്കത്തില്ല. വല്ല റേഡിയോഗ്രാഫി ടെസ്റ്റോ അല്ലെങ്കിൽ എക്സ്റേ ടെസ്റ്റൊക്കെ നടത്തിയാൽ മാത്രമേ ഇൻറ്റേർണൽ ക്രാക്സ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സാധാരണ ഈ ഫോർജിങ് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് വിടും. അപ്പം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് റേഡിയോഗ്രാഫി ടെസ്റ്റ് അല്ലെങ്കിൽ എക്സ്റേ ടെസ്റ്റ് ഉപയോഗിച്ച് ടെസ്റ്റ് നടത്തപ്പോൾ അതിൻ്റെ അകത്ത് ഇൻറ്റേർണൽ ക്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻറ്റേർണൽ ക്രാക്ക് ഉണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ കമ്പോണൻറ്റിന് ആവശ്യത്തിന് സ്ട്രെങ്ത് കാണത്തില്ല. ക്രാക്ക് ഇല്ലാത്ത രീതിയിലുള്ള പ്രോഡക്റ്റിൻ്റെ അത്രയും സ്ട്രെങ്ത് ഇൻറ്റേർണൽ ക്രാക്സ് ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിന് ഉണ്ടാകത്തില്ല. അപ്പം പ്രോഡക്റ്റിൻ്റെ സ്ട്രെങ്ത് കുറയ്ക്കുന്ന ഒരു ഡിഫക്റ്റാണ് ഇൻറ്റേർണൽ ക്രാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ ക്രാക്ക് വന്നാൽ നമുക്ക് റെക്ടിഫൈ ചെയ്യാനായിട്ട് ഒക്കത്തില്ല. മാത്രമല്ല ഈ ഫോർജിങ് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയെ നമുക്ക് ഇൻറ്റേർണൽ ക്രാക്ക് ഉണ്ടായാൽ നമുക്ക് തിരിച്ചറിയാനും പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഇൻറ്റേർണൽ ക്രാക്കിനുണ്ട്. അടുത്തത് മിസ്മാച്ചിങ് അല്ലെങ്കിൽ ഡൈ ഷിഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഡിഫക്റ്റ്. ഈ നമ്മുടെ ഈ ഡൈ എന്ന് പറയുന്നത് ക്യാവിറ്റി, ആ ഡൈ എന്ന് പറയുന്ന 2 ഹാഫായിട്ടായിരിക്കും നമ്മൾ മിക്കവാറും ഉണ്ടാകുന്നത്. അപ്പോൾ ആ 2 ഹാഫായിട്ടിരിക്കുന്ന ഡൈക്ക് അകത്ത് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കിയ വർക്ക് പീസിനെ വെച്ചിട്ടാണ് നമ്മൾ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡൈ നമ്മളിങ്ങനെ അലൈൻ ചെയ്ത് വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് അലൈൻ ചെയ്തില്ല എന്ന് വരും. അതായത് ചെറുതായിട്ടൊന്ന് മിസ്മാച്ച് വരികയോ സൈഡിലോട്ടൊന്ന് നീങ്ങിപ്പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ നീങ്ങിപ്പോയി വെച്ചിട്ടാണ് നമ്മൾ ആ ഫോർജിങ് പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ ചെയ്തെടുക്കുന്ന പ്രോഡക്റ്റും ചിലപ്പോൾ അങ്ങനെ ഒരു ഡിഫക്റ്റ് കാണാം. ഡൈ വല്ലതും ചെറുതായിട്ടൊന്ന് നീങ്ങിപ്പോയി 2 ഹാഫ് ആയിട്ടുള്ള കറക്റ്റ് അലൈൻ ചെയ്യാതെ ചെറുതായിട്ടൊന്ന് നീങ്ങി പോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റിലും അങ്ങനെ നീങ്ങിയിരിക്കും. 2 ഹാഫ് തമ്മിൽ ഒരു ഇതില്ല, റിലേഷനില്ല, കറക്റ്റ് അലൈൻ ചെയ്യാത്ത രീതിയിലായിരിക്കും ഫൈനൽ പ്രോഡക്റ്റും ഇരിക്കുന്നത്.
അപ്പോൾ അങ്ങനെ ഒരു ഡിഫക്റ്റാണ് മിസ്മാച്ച് അല്ലെങ്കിൽ ഡൈ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഡൈ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വച്ചിട്ടല്ല നമ്മൾ ഫോർജിങ് ചെയ്യുന്നതെങ്കിൽ ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോഡക്റ്റിനും ആ ഒരു ഡിഫക്റ്റ് ഉണ്ടായിരിക്കും, ചെറുതായിട്ട് നീങ്ങിയിരിക്കുന്ന പോലെ ആയിരിക്കും പ്രോഡക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ അതാണ് മിസ്മാച്ചിങ് അല്ലെങ്കിൽ ഡൈ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഡിഫക്റ്റ്. പിന്നെയുള്ള പിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫോർജിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് തണുക്കാൻ വയ്ക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റാണ് പിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ചെറിയ ചെറിയ സർഫസിൽ ഡിപ്രഷൻ ഉണ്ടാകും, ചെറിയ ഡിപ്രഷന് ആ സർഫസിലുണ്ടാകും. അങ്ങനത്തെ ചെറിയ മൈന്യൂട്ട് എന്ന് പറഞ്ഞാൽ മേ ബി ഒരു ചെറിയ ഡ്രോപ്പിൻ്റെ അത്രയും വലിപ്പമുള്ള ചെറിയ ഡിപ്രഷനൊക്കെ ആയിരിക്കും അതിൻ്റെ സർഫസിൽ വരുന്നത്, പ്രോഡക്റ്റിൻ്റെ സർഫസിൽ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഡിഫക്റ്റിനെയാണ് പിറ്റ്സ് എന്ന് പറയുന്നത്. അതൊരിക്കലും ക്രാക്ക് അല്ല, പക്ഷേ ചെറിയ ഒരു ഡ്രോപ്ലെറ്റ്സ് പോലത്തെ ചെറിയ ഡിപ്രഷൻസാണ്. അപ്പോൾ അത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കറക്റ്റ് ടെമ്പറേച്ചറിലല്ല ഈ ഫോർജിങ് പ്രോസസ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് തണുക്കാനായിട്ട് വയ്ക്കുമ്പോഴേക്കും ഉണ്ടാകുന്ന മെറ്റലർജിക്കൽ പ്രോപ്പർട്ടീസിലുണ്ടാകുന്ന ചേഞ്ചസോ അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലുള്ള മെറ്റൽ തണുത്ത് കഴിയുമ്പോഴേക്കും ഉണ്ടാകുന്ന കോൺട്രാക്ഷൻ മൂലമൊക്കെയാണ് ഈ ചെറിയ ഡിപ്രഷൻസ് അതിൻ്റെ സർഫസിൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഡിപ്രഷൻസിനെയാണ് പിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഇൻകറക്റ്റ് സൈസ് ആൻഡ് ഫിനിഷ്. നമ്മൾ കറക്റ്റായിട്ടുള്ള ഈ നമ്മുടെ ഓപ്പൺ ഡൈ ഫോർജിങ്ങിൽ, അതായത് ഡൈ ഉപയോഗിക്കാത്ത ഫോർജിങ്ങിൽ കറക്റ്റ് സൈസ് കിട്ടാനായിട്ട് ഡിഫിക്കൽട്ടാണ് നമ്മൾ പറഞ്ഞത്. അതൊരു ലിമിറ്റേഷനായിട്ടാണ് നമ്മൾ പറഞ്ഞത് ഓപ്പൺ ഡൈ ഫോർജിങ്ങിൽ. അതായത് നമ്മൾ ആക്ച്വലായിട്ടുള്ള ഡൈ ഒന്നും ഉപയോഗിച്ചല്ല ഫോർജിങ് ചെയ്യുന്നതെങ്കിൽ, സാധാരണ നമ്മുടെ ബാൾ പീൻ ഹാമർ ഉപയോഗിച്ച് ഹാൻഡ് ഫോർജിങ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് ഡയമെൻഷൻ ആക്യുറസിയൊക്കെ ഡിഫിക്കൽട്ടാണ്. ചിലപ്പോൾ അതുപോലെ തന്നെ സർഫസ് സ്മൂത്ത്നെസ് കറക്റ്റായിട്ട് കിട്ടത്തില്ല, കർവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ റേഡിയസ് ഒന്നും കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ സൈസിൽ ഉള്ള ഡയമെൻഷനിലുള്ള ഡിഫറൻസ് അങ്ങനെ വരുന്ന ഡിഫക്റ്റിനെയാണ് ഇൻകറക്റ്റ് സൈസ് ആൻഡ് ഫിനിഷ് എന്ന് പറയുന്ന ഡിഫക്റ്റ്. അപ്പോൾ ഇത്രയും ഡിഫക്ട്സ് ആണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്, മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ കൂടുതൽ ഡിഫക്ട്സ് നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ സിമ്പിളായിട്ടുള്ള കുറച്ച് 5-6 ഡിഫക്ട്സ് ആണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് 10 മാർക്സിന് ചോദിക്കാൻ സാധ്യതയില്ല, പക്ഷേ 3 or 4 മാർക്സിനായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ട് പോവുക, ഓരോന്നിനെ പറ്റി ഒരു 3-4 സെൻറ്റൻസ് എഴുതിയാൽ മതിയാവും. അപ്പോൾ ഇത്രയാണ് ഫോർജിങ് ഡിഫക്ട്സ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ എക്സ്ട്രൂഷനെ പറ്റി പഠിക്കാം. മറ്റൊരു എക്സ്ട്രൂഷനെ പറ്റിയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.